എഴുന്നേൽക്കുന്നേ. ആമേൻ. പരിശുദ്ധൻ പരിശുദ്ധൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും ദയസ്സുമ്പോൾ ചെയ്യുവാനും പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഭാവികൾക്കായി തുറന്നിരിക്കുന്ന കണ്ണുകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്ന വെളിപ്പാടിന് സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കും തളിക്കുമായിരിക്കുന്ന വിശ്വാദംബരാന് ഭവനവാഴ്വിന്റെ ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഓശോ ശുശ്രൂഷയിൽ നിന്റെ പ്രസംഗനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടു നിങ്ങളുടെയതാ യാതന നീ നൽകിയിടേണമേ. തുണയ്ക്കായി നിലഹീന വിളിച്ചിടുന്നു ഞങ്ങളവനെ. പ്രാർത്ഥന കേട്ടു നിങ്ങളുടെയതാ യാതന നീ നൽകിയിടേണമേ. കൃപ ചെയ്യണമേ കരുണയുടെ ബഹുലതായ ചെയ്യണമേ. പിഴച്ചൊരു തിന്മകളോർക്കരുതേ കരുണാകരനാം കർത്താവേ. എന്നാ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകമനസ്സും ഏകവിചാരമുള്ളവരായിരുന്നു. അവരിൽ ഒരുത്തനും അവനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവായിരുന്നു. ശ്രീകന്മാർ മഹാശക്തിയോടെ ഈശോമിശിഹായുടെ പുനരുദ്ധാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യങ്ങളായിട്ടുള്ളവർ അവയെ വിൽക്കുന്നതിൻ്റെ വില കൊണ്ടുവന്ന് ശ്രീഹന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭയത്തോട് വണക്കത്തോട് നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ ജീവനുള്ള അതിനുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവൻഗലിസ്റ്റിനെഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗലിയോൻ ജനമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടികാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശുതമ്പുരാൻ യെരിഹോവിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശുതമ്പുരാൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായി ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നതുകൊണ്ട് പുരുഷാര നിമിത്തം അവന് അതിന് കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് അവനോട് ഈ യേശുതമ്പുരാന്റെ മുൻപിൽ കടന്നു അവനെ കാണുവാനായിട്ട് ഒരു കാട്ടത്തി വൃക്ഷത്തിന്മേൽ കയറി. യേശുതമ്പുരാൻ ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ട് അവനോട്, സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു.
സന്തോഷത്തോടുകൂടി അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ അകത്ത് ചെന്ന് പാർത്തു എന്ന് പിറുപിറുത്ത് പറഞ്ഞിരുന്നു. എന്നാൽ സക്കായി നിന്ന് യേശു തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായിട്ട് എടുത്തിട്ടുള്ളത് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. യേശു തമ്പുരാൻ അവനോട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പിപ്പാൻ വന്നു എന്ന് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനസ്സറിവുള്ളവനും മനുഷ്യസ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് ഇപ്രകാരം ശ്രമിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളിലും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും വന്യവും വിശുദ്ധവുമായ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ല എങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നു എന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ കാവൽക്കാർ വൃഥാജാഗരണം ചെയ്യുന്നു എന്നും അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലങ്കയെ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വധർമ്മങ്ങൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആദരിപ്പാനും ഞങ്ങൾക്ക് നൽകണമേ. സക്കായിയുടെ വീട്ടിൽ പ്രവേശിച്ച് ഇവനും അബ്രഹാമിന്റെ മകനാകുകൊണ്ട് ഇന്ന് ഈ വീട് രക്ഷയുണ്ടായി എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവേ ശിമിശിഹായേ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നൽകിയിരിക്കുന്ന വലങ്കയെ ആവശ്യപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല പെരുമാറ്റങ്ങളിൽ നിന്നും ഇവരെ സകല ദുഷ്ടപെരുമാറ്റങ്ങളെയും ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകർഷയുടെ എല്ലാ കൗശലങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ച് ഇവരോട് നീ കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നും സൈത്തുകൊണ്ട് കർത്താവിന്റെ രക്ഷയുടെ അടയാളമാകുന്ന കുരിശ് വരച്ച് ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വിശദീകരിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതുമായി തീർക്കുന്നു എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി നമുക്ക് പങ്കുചേരാം. ഇതിൽ ഉപയോഗിക്കുന്ന സൈത്ത് എന്ന് പറയുന്നത് സാധാരണീകരമായിട്ടുള്ള എല്ലാ ദുഷ്ടകരമായിട്ടുള്ള രോഗകരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുള്ളതായ വിടുതൽ ലഭിക്കപ്പെടണം എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ്. അതോടൊപ്പം അത് കുരിശാകുന്നതായിട്ടുള്ള അടയാളത്തിൽ പൂശുമ്പോൾ കുരിശിൽ കൂടെ നമുക്ക് ഒരുക്കിയതായിട്ടുള്ള രക്ഷയുടെ അനുഭവം ഈ ഭവനത്തിന്മേലും ഈ പ്രിയപ്പെട്ടവരുടെ മേലും ആവസിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ അടയാളത്തിലുമാണ് നമ്മൾ ആ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത്. ആ പ്രാധാന്യത്തോടുകൂടി നമുക്ക് തുടർന്നുള്ള ആ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ജീവൻ നൽകുന്നതും ജീവനുള്ളതുമായ സ്ലീബായുടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരുമാറാകട്ടെ. ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീവായുടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരുമാറാകട്ടെ.
ഉദാബ്രോം ബദ്രൂം ഹായോ കാദീസ് ദലായി ദലോലം ഉൽമീൻ മനസ്സംചിക്കാതെയും നിദ്രയിലാടിടക്കുമ്പോൾ ഉറക്കമില്ലാത്തവരുള്ളവനായ കർത്താവേ, നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. രക്ഷകനേ പരിശുദ്ധാത്മാവാലേ അടിയാരെ ശുദ്ധം ചെയ്യാം നമ്മുടെ കിടക്കമേൽ നിന്നെ ധ്യാനിക്കുവാൻ അവർക്ക് കൃപാകരണമേ. കണ്ണോട് കാണാതെയും നാവോട് സംസാരിക്കാതെയും മനസ്സുകൊണ്ട് ചിന്തിക്കാതെയും നിദ്രയിടാൻ കിടക്കുമ്പോൾ ഉറക്കമില്ലാത്തവരുള്ള കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. അതിലേക്ക് കണ്ണുകൊണ്ട് കാണാതെയും നാവുകൊണ്ട് സംസാരിക്കാതെയും മനസ്സൊന്നിക്കാതെയും കിടക്കുമ്പോൾ ഉറക്കമില്ലാത്ത കർത്താവേ, നിന്റെ മക്കളെ കൃപയിൽ കാത്തുകൊള്ളണമേ. കൂട്ടായ്മയ്ക്കും സംഭാഷണത്തിനുള്ള ഈ മുറിയിൽ പിതാവേ തിരുസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. സഹ്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകൃതിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ ക്ഷയമാക്കുവാൻ കൃപ നൽകണമേ. ഭക്ഷിച്ചാലും പാനം ചെയ്താലും എല്ലാം തിരുനാമബോധത്തിനായി ചെയ്യുവാൻ കൃപ തരണമേ. ജീവന്റെ അപ്പമായ കർത്താവേ, നീ ഞങ്ങൾക്ക് പ്രതിദിന മന്നയായിരിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് അവരെ സഹായിക്കുവാൻ ഉദാര മനസ്സ് നിങ്ങൾക്ക് ദാനം ചെയ്യണമേ. എല്ലാ വസ്തുക്കളുടെയും ഞങ്ങളുടെ നന്മ
നന്മയ്ക്കും പോഷകത്തിനുമായി നൽകുന്ന പിതാവേ, ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും വിപണനം ചെയ്യുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും വേണ്ടി ഞങ്ങൾ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേകരുടെ പ്രയത്നങ്ങൾ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് നിദാനമായിരിക്കുന്നു എന്നോർത്ത് അവരോട് നന്ദിയുള്ളവരായിരിക്കാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവരുടെ ശുശ്രൂഷ പൂർത്തിയാക്കപ്പെടുവാൻ പോകുന്ന ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും വീണ്ടും പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി ആയിരിക്കാം. ഈ പ്രിയപ്പെട്ടവർ ഇതിൽ വസിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമുള്ളതും നന്മ നിറഞ്ഞതുമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് അവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. ദിനംതോറുമുള്ള കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. കർത്താവിന്റെ വചനം ധ്യാനിച്ച് മനസ്സിലാക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു ഭവനം നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ പണിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണമെന്നും ദൈവനാമത്തിൽ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ആ വലിയ അനുഭവത്തോടുകൂടി ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രക്തമടയാളമായിട്ടതുപോലെ അറുക്കപ്പെട്ട കുഞ്ഞാട് രക്തക്കോട്ടയ്ക്കുള്ളിൽ നിങ്ങളെ പരിപാലിക്കുകയും നടത്തുവാൻ പ്രയത്നം ബലപ്പെടുത്തിയല്ലോ. ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തി ഉപയോഗിക്കാൻ സ്തോത്രങ്ങൾ തുടർന്നും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രയത്നങ്ങളെയും ചേർത്തായി ബന്ധുത്തായി കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഏതെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ രോഗത്താൽ ദുഃഖങ്ങളാൽ നിരാശ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഉള്ളങ്ങളെ അറിയിക്കും. ആവശ്യങ്ങളിൽ മേൽ കർത്താവ് പ്രവർത്തിച്ച സന്തോഷവും സമാധാനവും എല്ലാവർക്കും നൽകി കൊടുക്കണമേ. പ്രാർത്ഥന ശുശ്രൂഷിക്കണമേ. യേശുവിന്റെ മുഖത്തുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവസിച്ച് എന്നേക്കും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ അതിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മനസ്സാ